ഹരി ഓം. 38ാമത്തെ സ്തുതി ശ്രീ മഹാദേവസ്തുതി. ഇത് ഭാഗവതം 8ാമത്തെ സ്കന്ധം 7ാമത്തെ അധ്യായം 21 മുതൽ 35 വരെ ശ്ലോകങ്ങൾ. ഭഗവാൻ പ്രത്യക്ഷനായി വന്ന് ദേവന്മാരോട് പറഞ്ഞു, അസുരന്മാരുമായി സന്ധി ചെയ്ത് പാലാഴി കടയുവാൻ. ഇതിന് മന്ദരപർവ്വതത്തെ കടകോലും വാസുകിയെ കയറുമാക്കുവിൻ. പർവ്വതം കൊണ്ടുവരിക എന്നത് സാധ്യമാകുമോ എന്ന് സംശയിക്കുന്ന ദേവന്മാരെ ഭഗവാൻ പ്രോത്സാഹിപ്പിച്ചു. മടി കൂടാതെ പരിശ്രമിച്ചാൽ തൻ്റെ സഹായം ലഭിക്കുമെന്ന് ഉറപ്പു കൊടുത്തു ഭഗവാൻ. ഒന്നിലും ലോഭം പാടില്ലെന്നും ലോഭം വൈരത്തിൽ കലാശിക്കുമെന്നും ശ്രീഹരി അരുളിച്ചെയ്തു. ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തു. എല്ലാവരും കൂടി മന്ദരപർവ്വതം എടുത്ത് പാലാഴിയിലെത്തുന്നതിനു മുമ്പ് പർവ്വതം താഴെ വീണു. ഭഗവാൻ അവിടെ വന്ന് പർവ്വതം പൊക്കിയെടുത്ത് ഗരുഡൻ്റെ കഴുത്തിൽ വെച്ച് അത് പാലാഴിയിലെത്തിക്കുകയും ചെയ്തു. ഭഗവാന്റെ കടാക്ഷത്താൽ അനുഗ്രഹീതരായ ദേവാസുരന്മാർ പാലാഴിയുടെ തീരത്തെത്തി. ദേവദൈത്യന്മാർ വാസുകിയെ കണ്ട് അമൃത് കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് മന്ദരപർവ്വതത്തിൽ കയറായി ചുറ്റിയിട്ട് എല്ലാവരും കൂടി സന്തോഷത്തോടെ മഥനം ആരംഭിച്ചു. മഥനം തുടരവേ മന്ദരപർവ്വതം അടിയിൽ അവലംബമില്ലാത്തതിനാൽ കടലിൽ താണുപോയി. ഇരുഭാഗത്തു നിന്നും ബലശാലികൾ പിടിച്ചിട്ടും അത് ഉയർന്നില്ല. എല്ലാവരും ദുഃഖിച്ച് നിന്നപ്പോൾ ഭഗവാൻ ഒരു കൂർമാകൃതിയെടുത്ത് ജലത്തിൽ നിന്ന് പർവ്വതത്തെ ഉയർത്തി നിർത്തി. വീണ്ടും മഥനം ആരംഭിച്ചു. അനേകം യോജന വിസ്താരമുള്ള കൂർമ്മം ആ പർവ്വതത്തെ പൃഷ്ഠത്താൽ താങ്ങി നിർത്തി. ഭഗവാൻ സഹസ്രബാഹുവായി നിന്നിട്ട് കൈകൾ കൊണ്ട് പർവ്വതം അമർത്തിപ്പിടിച്ച് അതിൻ്റെ കമ്പനം ഒഴിവാക്കി. ദേവദൈത്യന്മാർക്ക് തൻ്റെ ഓജസ് പകർന്ന് വീര്യം കൂട്ടി. വാസുകിയുടെ വായിലും മൂക്കിലും നിന്നുയർന്ന നിശ്വാസധൂമങ്ങൾ ദൈത്യരെ വീർപ്പുമുട്ടിച്ചു. അവരുടെ തളർച്ച തീർക്കാൻ പാകത്തിന് നല്ല പോലെ മഴ പെയ്തു. ഇവരെല്ലാം കടഞ്ഞിട്ടും അമൃതം ഉദിക്കായികയാൽ ഭഗവാൻ 2 കൈയും സർപ്പത്തിൻ്റെ വാലിലും തലയിലുമായി പിടിച്ച് മഥിച്ചു. ഏറെ താമസിയാതെ ഹലാഹലമെന്ന വിഷം പൊന്തി വന്നു. ശിവൻ അവിടെ വന്ന് വിഷം കുടിച്ചു. അത് കണ്ട് എല്ലാവരും ശിവനെ സ്തുതിച്ചു. ഇനി സ്തുതി കേൾക്കാം. പ്രജാപതയ ഊചുഹോ ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹിനഃ ശരണാപന്നാം സ്ത്രൈലോക്യദഹനാദ്വിഷാദ് ത്വമേക സർവജഗത ഈശ്വരോ ബന്ധമോക്ഷയോ തം ത്വാമർച്ചന്തി കുശലാ പ്രപന്നാർത്തിഹരം ഗുരും ഗുണമയ്യാ സ്വശക്ത്യാസ്യ സർഗസ്ഥിത്യപ്യയാൻ വിഭോ ധൽസേ യദാ സ്വദൃഗ്ഭൂമൻ ബ്രഹ്മവിഷ്ണു ശിവാഭിധാം ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സദസദ്ഭാവഭാവന നാനാശക്തിവിരാഭാതസ്ത്വമാത്മാ ജഗദീശ്വര ത്വം ശബ്ദയോനിർജഗദാദിരാത്മാ പ്രാണേന്ദ്രിയദ്രവ്യഗുണസ്വഭാവ കാലക്രതുഃ സത്യമൃതം ച ധർമ്മ ത്വയ്യക്ഷരം യത്രിവൃതാമനന്തി അഗ്നിർമുഖം തേ അഖിലദേവതാത്മാ ക്ഷിതിം വിദുർലോകഭവാംഘ്രിപങ്കജം കാലം ഗതിം തേ അഖിലദേവതാത്മനോ ദിശശ്ച കർണോ രസനം ജലേശം നാഭിർനഭസ്തേ ശ്വസനം നഭസ്വാൻ സൂര്യശ്ച ചക്ഷുഷി ജലം സ്മരേത പരാവരാത്മാശ്രയണം തവാത്മാ സോമോ മനോ ദ്യൗർഭഗവൻ ശിരസ്തേ കുക്ഷിസമുദ്രാഗിരയോസ്തി സംഘ രോമാണി സർവൗഷധിവീരുതസ്തേ ഛന്ദാസി സാക്ഷാത് തവ സപ്തധാതവ സ്ത്രയീമയാത്മൻ ഹൃദയം സർവധർമ്മ മുഖാനി പഞ്ചോപനിഷദസ്തവേശ
യൈസ്ത്രിംശദഷ്ടോത്തരമന്ത്രവർഗ യത്തശിവാഖ്യം പരമാർത്ഥതത്വം ദേവസ്വയം ജ്യോതിരവസ്ഥിതസ്തേ. ഛായാതു ധർമ്മോർമിഷു യർവിസർഗോ നേത്രത്രയം സത്വരജസ്തമാംസി സാഖ്യാത്മനഃ ശാസ്ത്രകൃതസ്തവേക്ഷ ഛന്ദോമയോ ദേവർഷിപുരാണഃ. ന തേ ഗിരിത്രാഖിലലോകപാല വിരിഞ്ച വൈകുണ്ഠസുരേന്ദ്രഗമ്യം ജ്യോതിപരം യത്ര രജസ്തമശ്ച സത്വം ന യത് ബ്രഹ്മനിരസ്തഭേദം. കാമാധ്വരത്രിപുരകാലകരാധ്യനേക ഭൂതദ്രുഹക്ഷപയതസ്തുതയേന തത്തേ യസ്ത്വന്തകാലമിതമാത്മകൃതം സ്വനേത്ര വന്യസ്ഫുലിംഗശിഖയാ ഭസിതം ന വേദ. യേ ത്വാത്മരാമഗുരുഭിർഹൃദി ചിന്തിതാംഘ്രി ദ്വന്ദ്വം ചരന്തമുമയാ തപസാഭിതപ്തം കഥന്ത ഉഗ്രപുരുഷം നിരതം ശ്മശാനേ. തേ നൂനമൂതിമവിദം സ്തവഹാതലജ്ജ തത്തസ്യ തേ സദസദോ പരതഃ പരസ്യ നാഞ്ചസ്വരൂപഗമനേ പ്രഭവന്തി ഭൂമ്ന ബ്രഹ്മാദയ കിമുത സംസ്തവനേ വയം തു തൽസർഗസർഗവിഷയാ അഭിശക്തിമാത്രം. ഏതത് പരം പ്രപശ്യാമോ ന പരം തേ മഹേശ്വര മൃഡനായ ഹി ലോകസ്യ വ്യക്തിസ്തേ അവ്യക്തകർമ്മണഃ. ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ശരണാഗതരായ ഞങ്ങളെ ത്രൈലോക്യം മുഴുവൻ ദഹിപ്പിക്കുന്ന കാളകൂട വിഷത്തിൽ നിന്ന് രക്ഷിച്ചാലും സർവ്വലോകങ്ങൾക്കും ബന്ധമോക്ഷങ്ങൾ നൽകാൻ അങ്ങ് ഒരാൾ മാത്രമേ ശക്തനായിട്ടുള്ളൂ. അതിനാൽ വിവേകികൾ ശരണാഗതരുടെ സർവക്ലേശങ്ങളെയും നശിപ്പിക്കുന്നവനും പരമഗുരുവുമായ അങ്ങയെ തന്നെ ആരാധിക്കുന്നു. ഈശ, പഞ്ചോപനിഷത്തുകൾ അങ്ങയുടെ മുഖങ്ങളാകുന്നു. അവ കൊണ്ടാണ് 38 തരം മന്ത്രങ്ങൾ ഉണ്ടാകുന്നത്. മംഗളകരമായ ബ്രഹ്മതത്വം അങ്ങയുടെ സ്വയം പ്രകാശമായ വാസ്തവ സ്വരൂപമാകുന്നു. മഹേശ്വര, കരുണാപൂർവം പ്രകാശിപ്പിച്ച ഈ സ്വരൂപം മാത്രം ഞങ്ങൾ കാണുന്നു, അല്ലാതെ വാസ്തവ സ്വരൂപം അറിയുന്നില്ല. അവ്യക്തകർമാവായ അങ്ങയുടെ ആവിർഭാവം ലോകത്തിൻ്റെ മുഴുവൻ ആനന്ദത്തിനാണ്. ഇവിടെയാണ് ശിവൻ്റെ മാഹാത്മ്യം നാം കാണേണ്ടത്. പുറമേയുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് വിഷം വായിലൊഴിച്ചത്. തൻ്റെ അന്തർഭാഗത്തുള്ളവർക്ക് വിഷം ഏൽക്കരുതെന്നോർത്ത് അദ്ദേഹം അത് ഇറക്കാതിരുന്നു. വിഷം ശ്രീ പരമേശ്വരൻ്റെ കഴുത്തിൽ ഉറഞ്ഞ് നീലകണ്ഠനായി. സ്വയം ക്ലേശം സഹിക്കുക, അന്യർക്ക് ആനന്ദം പകരുക, ഇങ്ങനെ 2 സന്ദേശം തൻ്റെ പ്രവൃത്തി കൊണ്ട് ശിവൻ ലോകത്തിന് നൽകി. ഭഗവാൻ ഉൾപ്പെടെ എല്ലാവരും ശിവനെ പ്രശംസിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ.